Hi everyone, welcome back to Tech Gateway Malayalam. ഇന്നത്തെ ഈ വീഡിയോ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. അതിന് മുന്നേ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ വെബ് പേജസിനെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അത് ക്ലയൻറ്റ് സൈഡിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ അത് സെർവർ സൈഡിൽ നോഡ്.js വരവോടെ സെർവർ സൈഡിലും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വരുന്നുണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവ, അതൊക്കെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കാണുന്നത്? അതായത് നമ്മളൊരു അലേർട്ട് ബോക്സ് കണ്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മളിപ്പം ഇതൊരു സൈനപ്പ് പേജിൻ്റെ ഒരു ഫോമാണ്. ഈ ഒരു ഫോമിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫീൽഡ് അടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു പോപ്പപ്പ് ബോക്സ് വരുന്നുണ്ട്. അതായത് പ്ലീസ് എൻറ്റർ ദാറ്റ് ഫീൽഡ്. ഈ ഒരു പോപ്പപ്പ് ബോക്സൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ താഴെ സജഷൻസ് വരുന്നത് കണ്ടിട്ടല്ലേ? ഈ സജഷൻസ് വരുന്നതും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് ഈ സജഷൻസും വരുന്നത്. ജാവാസ്ക്രിപ്റ്റും ജാവയും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് മോഡലാണ്. ഇതിനകത്ത് HTML ഓരോ ടാഗ്സിനെയും ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും ഡോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു HTML ഡോക്യുമെൻ്റ് ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലാണ്. ഡോക്യുമെൻറ്റ് ബ്രൗസറിലേക്ക് ലോഡ് ആകുമ്പോൾ അതേ ടൈമിൽ തന്നെ വേറൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റും ക്രിയേറ്റ് ആകും. ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് മോഡൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന് ഡോം ഫോമാറ്റ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. HTML ഫോമാറ്റ് മനസ്സിലാകത്തില്ല. റെപ്രസെൻറ്റേഷനാണ്. അതായത് നമ്മൾക്കൊരു ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡ് ടാഗിനകത്താണ് നമ്മുടെ ടൈറ്റിൽ ടാഗ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ഹെഡിങ് ടാഗും ഉണ്ട്. പിന്നെ നമുക്ക് 2 ഡിവിഷൻ ടാഗ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഡിവിഷൻ ടാഗിനകത്ത് ഒരു പാരഗ്രാഫ് ടാഗ് ഉണ്ട്. അത് ഹോൾഡ് ചെയ്യുന്ന കണ്ടൻറ്റാണ് p-tag1. സെക്കൻഡ് ഡിവിഷൻ ടാഗിനകത്തും ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് ഹോൾഡ് ചെയ്യുന്ന കണ്ടൻറ്റാണ് p-tag2. സപ്പോസ് നമുക്ക് ഈ പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് വാല്യൂവിനെ മാറ്റണം. അതായത് ഇവിടുത്തെ ടെക്സ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ p-tag1 ആണ്. ഈ p-tag1നെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ആക്സസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒബ്ജക്റ്റിനെയാണ്. അതായത് നമ്മൾ ഈ div ഒബ്ജക്റ്റിനെ നമ്മൾ ആക്സസ് ചെയ്താൽ നമുക്ക് ഈ p-tagലുള്ള കണ്ടൻറ്റിനെ നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടൻറ്റിനെ മാത്രമല്ല, നമുക്ക് ആ ഒരു p-tag1 എന്നുള്ള ആ ടെക്സ്റ്റ് എലിമെൻറ്റിൻ്റെ നമ്മൾ സൈസിനെ മാറ്റാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിനെ മാറ്റാൻ പറ്റും, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ HTML നോഡാണ് നമ്മളുടെ ടോപ്പ് നോഡെന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ ഓരോ റെക്റ്റാങ്കുലർ ബോക്സസ് ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കുലർ ബോക്സസിനെ നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് 3 നോഡ്സ് ആണുള്ളത്. 3 ടൈപ്സ് ഓഫ് നോഡ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ്ലി നമുക്കൊരു എലിമെൻറ്റ് നോഡുണ്ട്. രണ്ടാമത് നമുക്കൊരു ടെക്സ്റ്റ് നോഡുണ്ട്. മൂന്നാമതായിട്ട് നമുക്കൊരു ആട്രിബ്യൂട്ട് നോഡും ഉണ്ട്. എലിമെൻറ്റ് നോഡ് എന്ന് വെച്ചാൽ നമ്മുടെ HTML ടാഗ്സിനെ തന്നെയാണ് നമ്മൾ എലിമെൻറ്റ് നോഡെന്ന് വിളിക്കുന്നത്. നമുക്കിവിടെ ഒരു ഹെഡ് ടാഗ് ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ടാഗ് ഉണ്ട്, ടൈറ്റിൽ ടാഗ് ഉണ്ട്. അപ്പം ഇതിനെയെല്ലാമാണ് നമ്മൾ എലിമെൻറ്റ് നോഡെന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് ടെക്സ്റ്റ് നോഡാണ്. ടെക്സ്റ്റ് നോഡെന്ന് വെച്ചാൽ ഇത് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ. ഇവിടെ p-tag1ഉം p-tag2 ആണല്ലോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ. ആ വാല്യൂവിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ p എന്നുള്ള ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്താലേ നമുക്ക് ആ p-tag1 എന്നുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് നമുക്കുള്ളത് ആട്രിബ്യൂട്ട് നോഡാണ്. ആട്രിബ്യൂട്ട് നോഡിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, div id = div1. ഇത് ബോഡി ടാഗിനകത്ത് വരുന്നതാണ്. ഈ div id = div1 എന്നുള്ളതിനകത്തുള്ള നമ്മളുടെ id ഇല്ലേ, ഈ id നമ്മൾ മാറ്റണമെങ്കിൽ id ആണ് നമ്മളുടെ ഇവിടുത്തെ ആട്രിബ്യൂട്ട്. ഈ id ഉണ്ട്, ക്ലാസ് ഉണ്ട്, സ്റ്റൈലുണ്ട്. ഇതെല്ലാം നമ്മുടെ ഡിവിനകത്ത് നമുക്ക് എൻക്ലോസ് ചെയ്ത് നമുക്ക് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ആട്രിബ്യൂട്ടിനെ നമ്മൾ മാറ്റണമെങ്കിലാണ് നമ്മൾ ആട്രിബ്യൂട്ട് നോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ടിനെ മാറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നോഡ്സ്. ഇനിയുള്ള വീഡിയോസിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ സിൻടാക്സ്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഓരോരോ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.